ഹായ് ഗായ്സ്, ഞാൻ അജയ്. എൻ്റെ ചാനൽ AJ ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി വെറൈറ്റി പായസം തന്നെ ഉണ്ടാകാം. വെറൈറ്റി എന്ന് വെച്ചാൽ കിടിലൻ വെറൈറ്റിയാണ്. കപ്പ കൊണ്ടുള്ള പായസമാണ്. കപ്പയും പിന്നെ തേങ്ങാപ്പാലുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇത് അമ്മയുടെ റെസിപ്പിയാണ്, ഞാൻ അടിച്ചു മാറ്റിയതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കപ്പ പായസം ഉണ്ടാക്കാനായി വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉണക്കമുന്തിരി ആവശ്യത്തിന്, കപ്പലണ്ടി ആവശ്യത്തിന്, വാനില എസൻസ് ഒരടപ്പ്, ഈ കുപ്പിയുടെ ഒരടപ്പ്, നെയ്യ് 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര 125 ഗ്രാം, തേങ്ങാപ്പാൽ. ഇതിൽ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. 1-ാം പാൽ ഏകദേശം 1 കപ്പാണ് എടുത്തിരിക്കുന്നത്, 2-ാം പാൽ 2.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. വേവിച്ച കപ്പ 200 ഗ്രാം. വേവിച്ച കപ്പ മിക്സി ബൗളിൽ ഇട്ടതിന് ശേഷം കപ്പ മൂടുന്ന ഭാഗത്തിന് തേങ്ങാപ്പാൽ ഒഴിക്കണം. 2-ാം പാലാണ് ഒഴിക്കുന്നത്. കപ്പ തേങ്ങാപ്പാലിൽ മുങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കട്ട ഒട്ടും വരാൻ പാടില്ല. നല്ല സ്മൂത്ത് ആകുന്നത് വരെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇതാ നല്ല കുഴമ്പ് ഭാഗമായിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റിയതിനു ശേഷം മിച്ചമുള്ള 2-ാം പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇത് ചൂടാകുന്നത് വരെ ഇനി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ചൂടായതിനു ശേഷം ഇതിലേക്ക് 125 ഗ്രാം പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് കൊഴുപ്പിച്ചെടുക്കാനുണ്ട്. തിളച്ചാൽ മാത്രം പോരാ, കുറച്ച് വെള്ളം വറ്റുകയും വേണം. ഇത് വെറുതെ ഫ്ലെയിമിൽ വെച്ചിട്ട് പോകരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇതാ ഈ കാണുന്നതാണ് ഭാഗം. ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ വറ്റിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് 1-ാം പാൽ ഒഴിച്ച് ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. തിളച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ഒരടപ്പ് വാനില എസൻസും നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടിയും മുന്തിരിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർക്കാം. നെയ്യിന്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ ശർക്കരയും യൂസ് ചെയ്യാം. അടിപൊളി കപ്പ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിച്ചാലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാലും കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിംഗ് ടൈം. നല്ല അടിപൊളി ക്രീമി ഫ്ലേവർ. ഇതിൽ കപ്പയുടെ ആ ഒരു ഫ്ലേവർ അല്ല മുന്നോട്ട് നിൽക്കുന്നത്. നമ്മൾ കപ്പയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്തത്, പക്ഷേ കപ്പയുടെ ഫ്ലേവർ അല്ല മുന്നോട്ട് നിൽക്കുന്നത്. ഇതിന് ശരിക്കും ഒരു ക്രീമി ഫ്ലേവറാണ്, അതാണ് മുന്നോട്ട് നിൽക്കുന്നത്. അതുകൂടാതെ വാനിലയുടെ ടേസ്റ്റും പിന്നെ തേങ്ങയുടെ ടേസ്റ്റും പിന്നെ നെയ്യുടെ ടേസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷേ കപ്പയുടെ ടേസ്റ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കപ്പയാണ്. മറ്റ് പായസത്തെ അപേക്ഷിച്ച് ഇതിലങ്ങനെ കടിക്കാനൊന്നുമില്ല. സേമിയ പായസം ആണെങ്കിൽ സേമിയുണ്ട്, പക്ഷേ ഇതിലങ്ങനെ കടിക്കാനൊന്നുമില്ല. പക്ഷേ അതിന് പകരമായിട്ട് നട്ട്സും പിന്നെ കിസ്മിസും ഒക്കെ ഇട്ടിട്ടുണ്ട്. കടിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കടിച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. ശരിക്കും നല്ല സ്മൂത്താണ്, ശരിക്കും ക്രീമിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഒരു പായസം ശരിക്കും വെറൈറ്റി പായസമാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.